അപ്പൊ നമുക്ക് ഇന്നലെ നിങ്ങൾക്ക് ഫെബ്രുവരി 10 വരെ വായിച്ചില്ല അല്ലെ? ഫെബ്രുവരി 10 വരെ വായിച്ചു തന്നില്ലേ? ഓക്കെ ആണ്, അശ്ല വായിച്ചിരുന്നു. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മള് ഫെബ്രുവരി 11 പോവാണ്. ഫെബ്രുവരി 11. ഓക്കെ, വായിക്കാമല്ലോ അല്ലെ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയണേ. കാരണം ഈ PDF ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എനിക്ക് നിങ്ങളെ മെസ്സേജ് കാണാൻ പറ്റൂല. അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അപ്പൊ ഫെബ്രുവരി 11 രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഡെങ്കിപ്പനി മരണങ്ങൾ സംഭവിക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കേരളമാണ്. അപ്പൊ ഒന്നാമത്തെ ചോദ്യം ക്ലിയർ ആയി പഠിക്കണം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡെങ്കിപ്പനി മരണങ്ങൾ നടക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളമാണ്. കേരളമാണ്. ഓക്കെ, ഇനി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ ആണ്. ചോദിച്ചോണം, ഭരണഘടനയിൽ നിന്ന് ഈ ഒരു ഭാഗം വരും. മനസ്സിലായോ? ക്വസ്റ്റ്യൻ ആവും. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആര് എന്ന് ചോദിച്ചാൽ ഗ്യാനേഷ് കുമാർ ആണ്. 2 ചോദ്യം വ്യക്തമായിട്ട് മനസ്സിലായോ? രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഡെങ്കിപ്പനി മരണങ്ങൾ നടക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ കേരളമാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, നിലവിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന് ചോദിച്ചാൽ ആരാണ്? ഗ്യാനേഷ് കുമാർ ആണ്. ചോദ്യം സെറ്റാണ്. മൂന്നാമത്തെ ചോദ്യം, വിനോദസഞ്ചാര മേഖലയിലെ ആദ്യത്തെ സൗരോർജ ശിക്കാരവള്ളം ഏതാണ്? വിനോദസഞ്ചാര മേഖലയിലെ ആദ്യത്തെ സൗരോർജ ശിക്കാരവള്ളം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? കതിരവനാണ്. കതിരവൻ. ശിക്കാരവള്ളം ഏതാ നിങ്ങൾക്ക് മനസ്സിലായോ? ശിക്കാര വള്ളങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കൊല്ലം ജില്ലയിൽ മൺട്രോത്തുരത്തിൽ വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് കാണാൻ പറ്റും? ശിക്കാര വള്ളങ്ങൾ കാണാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ അത്തരത്തിൽ സൗരോർജത്തിലുള്ള ആദ്യത്തെ ശിക്കാര വള്ളത്തിന്റെ പേരാണ് കതിരവൻ. ഏതാണ്? കതിരവൻ. ഓക്കെ ആണോ? അപ്പൊ 3 ചോദ്യം ക്ലിയർ ആയി പഠിക്കുന്നു. രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഡെങ്കിപ്പനി മരണങ്ങൾ നടക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളമാണ്. കേരളം. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ ആണ് എന്ന് ഓർത്തോണം. ആരാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ? ഗ്യാനേഷ് കുമാർ. വിനോദസഞ്ചാര മേഖലയിലെ ആദ്യത്തെ സൗരോർജ ശിക്കാരവള്ളത്തിന്റെ പേരാണ് കതിരവൻ. കതിരവൻ. ഇനി അടുത്തത് ബി ഭാസ്കരൻ പുരസ്കാരത്തിന് അർഹനായത്. പി ഭാസ്കരൻ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പി ജയചന്ദ്രനാണ്. നമ്മൾ കണ്ടു അടുത്തിടെ അന്തരിച്ച ഗായകൻ, നമ്മുടെ ഭാവ ഗായകനാണ് ആര് എന്ന് പറയുന്നത്? പി ജയചന്ദ്രൻ എന്ന് പറയുന്നത്. പി ജയചന്ദ്രൻ. മനസ്സിലായോ? അദ്ദേഹത്തിന് മരണാനന്തരം എന്ത് ലഭിക്കുന്നു? പി ഭാസ്കരൻ പുരസ്കാരം ലഭിക്കുകയാണ്. എന്ത് ലഭിക്കുന്നു? പി ഭാസ്കരൻ പുരസ്കാരം. അപ്പോൾ വിനോദസഞ്ചാര മേഖലയിലെ ആദ്യത്തെ സൗരോർജ ശിക്കാരവള്ളത്തിന്റെ പേരാണ് കതിരവൻ. അതുപോലെ പി ഭാസ്കരൻ പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാണ് പി ജയചന്ദ്രൻ. ആരാണ്? പി ജയചന്ദ്രൻ. അതുപോലെ ഗ്യാനേഷ് കുമാർ ആണ് നിലവിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന് ഓർത്തോണം. ഓക്കെ ആണോ? അടുത്തത് പ്രതിരോധ ഇടപാടുകൾ വിപുലീകരിക്കുന്ന അമേരിക്ക ഇന്ത്യക്ക് നൽകുന്ന ഏറ്റവും അത്യാധുനിക യുദ്ധവിമാനങ്ങളിൽ ഒന്നാണ് F-35. അപ്പൊ ചോദ്യം എങ്ങനെ വരാം? ഒന്നുകിൽ F-35 വിമാനങ്ങൾ ഇന്ത്യക്ക് ലഭിക്കുന്നത് ഏത് രാജ്യത്ത് നിന്നാണ്? അമേരിക്കയിൽ നിന്നാണ് എന്ന് ആദ്യം ഓർത്തോണം. എവിടെ ലഭിക്കുന്നത്? അമേരിക്ക. മനസ്സിലായോടെ? യെസ്. അപ്പം F-35 എന്ന യുദ്ധവിമാനങ്ങൾ ഇന്ത്യക്ക് ലഭിക്കുന്നത് ഏത് രാജ്യത്ത് നിന്നാണ്? അമേരിക്കയിൽ നിന്നാണ്. ക്വസ്റ്റ്യൻ ക്ലിയർ ആണ്. പ്രതിരോധ ഇടപാടുകൾ വിപുലീകരിക്കുന്ന അമേരിക്ക ഇന്ത്യക്ക് നൽകുന്ന ലോകത്തെ ഏറ്റവും അത്യാധുനിക യുദ്ധവിമാനങ്ങളിൽ ഒന്നാണ് ഏതെന്ന് പറയുന്നത്? F-35 എന്ന് പറയുന്നത്. ഇനി കലാനിധി ട്രസ്റ്റിന്റെ ONV പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാണ് ആര്? കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. അപ്പൊ ഇന്ന് 2 പുരസ്കാരങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. പി ഭാസ്കരൻ പുരസ്കാരം പി ജയചന്ദ്രന് ലഭിക്കുകയാണ്. മരണാനന്തരം ആർക്ക് ലഭിക്കുന്നു? പി ജയചന്ദ്രന്. കലാനിധി ട്രസ്റ്റിന്റെ ONV പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാണ്? കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയാണ്. ഓക്കെ, ഇനി 2025
ഫെബ്രുവരിയിൽ വിടവാങ്ങിയ സാമൂഹിക പ്രവർത്തകയാണ് വിമല ബഹുഗുണ. അപ്പൊ നിങ്ങൾ ഓർത്തോണം, വിമല ബഹുഗുണ ഏത് മേഖലയിൽ പ്രസിദ്ധി നേടിയ വ്യക്തിത്വമാണ്? സാമൂഹിക മേഖലയാണ്, സാമൂഹിക പ്രവർത്തകയാണ് ആരെന്ന് പറയുന്നത്? വിമല ബഹുഗുണ എന്ന് പറയുന്നത്. അവരെന്ത് ചെയ്യാണ്? 2025 ഫെബ്രുവരിയിൽ അന്തരിക്കുന്നു. അപ്പൊ കലാനിധി ട്രസ്റ്റിന്റെ ONV പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാണ്? കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ്. F-35 എന്ന യുദ്ധവിമാനങ്ങൾ ഇന്ത്യക്ക് നൽകുന്ന രാജ്യം അമേരിക്കയാണ്. P ഭാസ്കരൻ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാ? P ജയചന്ദ്രനാണ്. വിനോദസഞ്ചാര മേഖലയിലെ ആദ്യത്തെ സൗരോർജ ശിക്കാരവള്ളമാണ് ഏതെന്ന് പറയുന്നത്? കതിരവൻ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ ആണ് എന്ന് ഓർത്തോണം. രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഡെങ്കിപ്പനി മരണങ്ങൾ നടക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഏതാണ്? കേരളം. ഇത്രയും കാര്യം മനസ്സിലായോ? ഇത്രയും കാര്യം മനസ്സിലായോ? സെറ്റ് ആണല്ലേ? ഒന്നുകൂടെ പറയണോ? ഫെബ്രുവരി 11 ഒന്നുകൂടെ പറയേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് ലാസ്റ്റ് ഒന്നുകൂടെ റിവൈസ് ചെയ്യാം. ഇപ്പൊ സെറ്റായിട്ട് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് തൊട്ടടുത്ത ദിവസത്തേക്ക് പോയേക്കാം. ഫെബ്രുവരി 12 പോവാം. ഫെബ്രുവരി 12 പോവാം. ഓക്കെ ആണ്. യെസ്, ഫെബ്രുവരി 12 ഉത്തരാഖണ്ഡിൽ നടന്ന 38ാമത് ദേശീയ ഗെയിംസിൽ കേരളത്തിന്റെ സ്ഥാനം ഓർത്തോണം 14. കേരളത്തിൽ 14 ജില്ലയുണ്ട്. അതുകൊണ്ട് 14ാം സ്ഥാനത്തിലൂടെ ആര് വന്നു? നമ്മുടെ കേരളം വന്നു. ഉത്തരാഖണ്ഡിൽ നടന്ന 38ാമത് ദേശീയ ഗെയിംസിൽ കേരളത്തിന്റെ സ്ഥാനം 14 ആണെങ്കിൽ 1ാം സ്ഥാനത്തെത്തിയത് ആരാണ്? സർവീസസ് ആണ്. ആരാണ്? സർവീസസ്. അപ്പം ഉത്തരാഖണ്ഡിൽ നടന്ന 38ാമത് ദേശീയ ഗെയിംസിൽ കേരളത്തിന്റെ സ്ഥാനം 14 ആണ്. 1ാം സ്ഥാനം ലഭിച്ചത് ആർക്കാണ്? സർവീസസ് ആണ്. അപ്പൊ ഫെബ്രുവരി 12 ഉത്തരാഖണ്ഡിൽ നടന്ന 38ാമത് ദേശീയ ഗെയിംസിൽ കേരളത്തിന്റെ സ്ഥാനമാണ് നമ്മൾ പറഞ്ഞത് 14ാം സ്ഥാനം. നമ്മൾ ഓർത്തു കേരളത്തിൽ ഒരു 14 ജില്ലയുണ്ട്. അതുകൊണ്ട് നമ്മൾ എത്രാം സ്ഥാനത്തേക്ക് അങ്ങ് പോയി? 14ാം സ്ഥാനത്തേക്ക് പോയി. അങ്ങനെ പഠിച്ചു വെച്ചോണം. ഓക്കെ, ഇനി 1ാം സ്ഥാനം എത്തിയത് ആരാണ് എന്ന് ഓർത്തോണം. സർവീസസ് ആണ്. ആരാണ്? സർവീസസ് അല്ലെ? അവരുടെ നല്ല സർവീസ് ആയതുകൊണ്ട് അവർക്ക് 1ാം സ്ഥാനം കിട്ടി. അപ്പൊ ഉത്തരാഖണ്ഡിൽ 38ാമത് ദേശീയ ഗെയിംസിൽ കേരളത്തിന്റെ സ്ഥാനം 14 ആണ്. 1ാം സ്ഥാനത്ത് സർവീസസ് ആണ് എന്ന് ഓർത്തു വെച്ചോണം. 2025 ഫെബ്രുവരിയിൽ രാഷ്ട്രപതി ഭരണം നിലവിൽ വന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മണിപ്പൂരാണ്. ഇത് ആർക്കും തെറ്റത്തില്ല. കാരണം വാർത്തകളിൽ കുറെ ഏറെ ഇടം പിടിച്ച സ്ഥലമാണ് എന്ന് പറയുന്നത് മണിപ്പൂർ എന്ന് പറയുന്നത്. അപ്പൊ 2025 ഫെബ്രുവരി എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തു വെച്ചോണം. നമുക്ക് എന്താണ് ലേറ്റസ്റ്റ് ആയിട്ട് രാഷ്ട്രപതി ഭരണം നിലവിൽ വന്ന സംസ്ഥാനമായിട്ട് മണിപ്പൂരിനെ അറിയാം. അത് 2025 ഫെബ്രുവരിയിലാണ് അവിടെ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചത് എന്നുള്ള കാര്യം ഓർത്തോണം. 2 ചോദ്യം സെറ്റായിട്ട് മനസ്സിലായി. അടുത്തത് ഇലോൺ മസ്കിന്റെ നേതൃത്വത്തിൽ പുറത്തിറക്കുന്ന AI ചാറ്റ് ബോട്ടിന്റെ പേരെന്താണ്? ക്വസ്റ്റ്യൻ, ഇലോൺ മസ്കിന്റെ നേതൃത്വത്തിൽ പുറത്തിറക്കുന്ന AI ചാറ്റ് ബോട്ടിന്റെ പേരാണ് ഗ്രോക്ക് 3. ഏതാണ്? ഗ്രോക്ക് 3. കുറെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? AI ചാറ്റ് ബോട്ടുകളെ നിങ്ങൾ എന്ത് ചെയ്യണം? ഹോംവർക്ക് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചോണം. മനസ്സിലായി? അതായത് ഒത്തിരി AI ചാറ്റ് ബോട്ടുകളെ പറ്റി നമ്മൾ പഠിച്ചു. ഓരോരുത്തരും അല്ലെ, ബാങ്കിങ് മേഖല അങ്ങനെ പല സ്ഥലങ്ങളിലും AI ചാറ്റ് ബോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? AI ചാറ്റ് ബോട്ട് എന്ന് പറയുന്ന ഒരു ഹെഡിങ് തന്നെ കൊടുത്തു വെച്ചേക്കണം. മനസ്സിലായോടെ? ഈ കറണ്ട് അഫയേഴ്സ് വരുന്ന സമയത്ത് തിരിഞ്ഞു പോകാൻ സാധ്യതയുള്ള ടോപ്പിക്കുകൾ മനസ്സിലായോ? നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഓരോ ഹെഡിങ് കൊടുത്തിട്ട് അതിപ്പോ AI ചാറ്റ് ബോട്ട് ഹെഡിങ് കൊടുത്തിട്ട് ഏതെല്ലാം AI ചാറ്റ് ബോട്ട് വരുന്നോ അതെല്ലാം ആ ഹെഡിങ് പിടിക്കണം. അത് നമ്മൾ കഴിഞ്ഞ ദിവസം ഹോംവർക്ക് ആയിട്ട് പറഞ്ഞ എന്താണ്, ഓൺലൈനിൽ പറഞ്ഞിട്ടില്ല, അത് പറയുന്നതാണ്. നമ്മൾ ഇൻഡെക്സ് അതായത് ഇപ്പം ഇന്ത്യ പല ഇതിനകത്ത് ഇൻഡെക്സിൽ പല നമ്പറിൽ ഇൻഡെക്സ് വരും. ആ ഇൻഡെക്സുകളൊക്കെ നമ്മൾ ഒരുപോലെ എടുക്കണം. അതുപോലെ ഇന്ന് നമ്മൾ എന്ത് ചെയ്ത് പറഞ്ഞു? ഈ പറഞ്ഞ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പറഞ്ഞു. അപ്പൊ അവിടെ നിങ്ങൾ ഒരു ഹെഡിങ് കൊടുക്കണം. എന്താണ്? ഭരണഘടനാ സ്ഥാപനങ്ങൾ. ആ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ ഹെഡുകൾ ആരൊക്കെയാണോ അവരെല്ലാം ഒരു സ്ഥലത്ത് കൊണ്ടുവരണം. അപ്പൊ നമുക്ക് പരീക്ഷയ്ക്ക് റിവൈസ് ചെയ്യാൻ നന്നായിട്ട് പറ്റും. മനസ്സിലായോ? അപ്പൊ ഇവിടെ നിങ്ങൾ പഠിച്ചോണം ഇലോൺ മസ്ക്. അപ്പൊ തിരിഞ്ഞു പോകത്തൂല, മൈനസ് വരത്തൂല. അല്ലെങ്കിൽ നമുക്ക് എന്താണ്, നമുക്ക് ഒരുപാട് ഈ AI ചാറ്റ് ബോട്ടിനെ അറിയാൻ പറ്റും. ഗ്രോക്ക് 3 എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു പക്ഷേ ഒരു AI ചാറ്റ് ബോട്ടാണ് എന്ന് മനസ്സിലാവും. പക്ഷെ ഇത് ആര് കൊണ്ടുവന്നതാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവത്തില്ല. അപ്പൊ നിങ്ങൾ ഒരു സ്ഥലത്തേക്ക് എഴുതിക്കൊണ്ടിരിക. അപ്പം ഇലോൺ മസ്കിന്റെ നേതൃത്വത്തിൽ പുറത്തിറങ്ങുന്ന AI ചാറ്റ് ബോട്ടിന്റെ പേരാണ് ഗ്രോക്ക്
3 എന്ന് ഓർത്തു വെച്ചുകൊള്ളുക. ഗ്രോക്ക് 3. ചോദ്യം 3 ഉത്തരാഖണ്ഡിൽ നടന്ന 38ാമത് ദേശീയ ഗെയിംസിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയാണ് നിങ്ങളുടെ മനസ്സിൽ വന്നോ? 14. ഒന്നാം സ്ഥാനത്ത് ആര് വന്നേ? സർവീസസ് വന്നു. 2025 ഫെബ്രുവരിയിലാണ് മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം നിലവിൽ വരുന്നത്. ഇലോൺ മസ്കിന്റെ നേതൃത്വത്തിൽ പുറത്തിറക്കുന്ന AI ചാറ്റ് ബോട്ടിന്റെ പേരാണ് ഗ്രോക്ക് 3. ഓക്കെ. ഇനി ലോകത്തിൽ ഏറ്റവും അഴിമതി കുറഞ്ഞ രാജ്യം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഡെൻമാർക്ക് ആണ്. ഏതാണ്? ഡെൻമാർക്ക്. അപ്പൊ ലോകത്തിൽ അഴിമതി കുറഞ്ഞ രാജ്യമായിട്ട് ഏത് വരുന്നു? ഡെൻമാർക്ക്. നേരെ നമ്മൾ നോക്കുന്നു, ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 96 ആണ്. മനസ്സിലായോ? 96 ആണ്. പിടികിട്ടിയോ? അപ്പൊ ലോകത്തിൽ അഴിമതി ഏറ്റവും കുറഞ്ഞ രാജ്യം ഡെൻമാർക്ക്. അവിടെ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് ചോദിച്ചാൽ 96 ആണ്. 96 ആണ്. ഓക്കെ. ഇനി നമ്മൾ ആദ്യം വായിച്ച ചോദ്യം എന്തായിരുന്നു? 38ാം ദേശീയ ഗെയിംസ് എവിടെ നടന്നു എന്ന് നമ്മൾ പഠിച്ചു? ഉത്തരാഖണ്ഡ്. അവിടെ നമ്മൾ വായിച്ചത് തന്നെ ഉത്തരാഖണ്ഡിൽ നടന്ന 38ാം ദേശീയ ഗെയിംസ് എന്നല്ലേ. ഇനി നിങ്ങൾ ഈ ചോദ്യം കേട്ടെ, ദേശീയ ഗെയിംസ് വേദികൾ കായിക അക്കാദമികളാക്കും എന്ന് പ്രഖ്യാപിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതായിരിക്കും? തീർച്ചയായിട്ടും ഉത്തരാഖണ്ഡ് ആണ്, അല്ലെ? അപ്പൊ ഉത്തരാഖണ്ഡിൽ 38ാം ദേശീയ ഗെയിംസ് നടക്കുന്നു. ആ ദേശീയ ഗെയിംസ് വേദികളെല്ലാം കായിക അക്കാദമികളാക്കും എന്ന് പ്രഖ്യാപിച്ച ഇന്ത്യൻ സംസ്ഥാനത്തിന്റെ പേര് ഉത്തരാഖണ്ഡ്. ഏത് ഇന്ത്യൻ സംസ്ഥാനമാണ് ദേശീയ ഗെയിംസ് വേദികൾ കായിക അക്കാദമികളാക്കും എന്ന് പ്രഖ്യാപിച്ചത് എന്ന് ചോദിച്ചാൽ ഉത്തരാഖണ്ഡ് ആണ്. ഏതാണ്? ഉത്തരാഖണ്ഡ്. ഓക്കെ. അപ്പൊ ലോകത്തിൽ അഴിമതി കുറഞ്ഞ രാജ്യം ഏതാണ്? ഡെൻമാർക്ക്. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 96. ഇലോൺ മസ്കിന്റെ നേതൃത്വത്തിൽ പുറത്തിറക്കിയ AI ചാറ്റ് ബോട്ടിന്റെ പേരെന്താണ്? ഗ്രോക്ക് 3. 2025 ഫെബ്രുവരിയിൽ രാഷ്ട്രപതി ഭരണം നിലവിൽ വന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മണിപ്പൂരാണ്. ഏതാണ്? മണിപ്പൂര്. ഓക്കെ. ഉത്തരാഖണ്ഡിൽ നടന്ന 38ാമത് ദേശീയ ഗെയിംസിൽ കേരളത്തിന്റെ സ്ഥാനം 14. ഒന്നാം സ്ഥാനത്തെത്തിയത് സർവീസസ് ആണ്. ഓക്കെ. ഇനി രാജ്യത്തെ ആദ്യ വനിതാ സ്കൂബ ടീം, മനസ്സിലായി? മുങ്ങൽ ടീമാണ് കേട്ടോ. സ്കൂബ ടീം മീൻസ് ജലാശയങ്ങളിൽ മുങ്ങുന്ന ടീമാണ്. അപ്പം രാജ്യത്തെ ആദ്യത്തെ വനിതാ സ്കൂബ ടീം പരിശീലനം നടത്തിയത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ എവിടെയാണ്? കേരളത്തിലാണ്. എവിടെയാണ്? കേരളത്തിൽ. ഓക്കെ ആണല്ലോ. അപ്പൊ രാജ്യത്തെ ആദ്യത്തെ വനിതാ സ്കൂബ ടീം നിലവിൽ വന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? കേരളത്തിലാണ്. എവിടെ? കേരളത്തിലാണ്. ഓക്കെ. ഇനി അന്തരിച്ച മോപ്പസാങ് വാലത്ത് ഏത് മേഖലയിൽ പ്രശസ്തനായ വ്യക്തിയാണ്? ചിത്രകലയാണ്. എവിടെയാണ്? ചിത്രകലയിലാണ്. ഓക്കെ. അന്തരിച്ച മോപ്പസാങ് വാലത്ത് ഏത് മേഖലയിൽ പ്രശസ്തനായ വ്യക്തിത്വമായിരുന്നു? ചിത്രകല. അപ്പൊ നിങ്ങളുടെ മനസ്സിലെ മോപ്പസാങ് വാലത്ത് എന്ന് കേട്ടാൽ നിങ്ങളുടെ മനസ്സിൽ വരേണ്ടത് ചിത്രകല എന്നാണ്. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റിലേക്ക് പോയാൽ വിമല ബഹുഗുണയുണ്ട്. വിമല ബഹുഗുണ സാമൂഹിക പ്രവർത്തകയാണ് എന്ന് ഓർത്തോണം. അവരും 2025 ഫെബ്രുവരിയിൽ വിടവാങ്ങുന്നു. അപ്പൊ 2 വിടവാങ്ങൽ നമ്മൾ പഠിച്ചു. ഒന്ന് വിമല ബഹുഗുണയാണെങ്കിൽ 2 മോപ്പസാങ് വാലത്ത്. ആരാണ്? മോപ്പസാങ് വാലത്താണ്. മോപ്പസാങ് വാലത്ത് ചിത്രകലയും വിമല ബഹുഗുണ സാമൂഹിക പ്രവർത്തകയുമാണ് എന്ന് ഓർത്തോണം. ഓക്കെ ആണോ? ഇടേ ഫെബ്രുവരി 12 നിങ്ങൾക്ക് സെറ്റായോ? ഓക്കെ ആയോടെ? ഓക്കെ. ഒന്നുകൂടെ പറയണ്ടല്ലോ. സെറ്റായിട്ട് മനസ്സിലായില്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് 13ലേക്ക് പോവാം. ഒരു ദിവസം നമുക്ക് വായിക്കാം. നേരെ 13ലേക്ക് പോകുന്നു. യെസ്. അടുത്തതാണ് സാമൂഹിക നീതിയെ കുറിച്ചുള്ള ആദ്യത്തെ പ്രാദേശിക സംവാദത്തിന് ആതിഥേയത്വം വഹിക്കുന്ന നഗരം ന്യൂഡൽഹിയാണ്. ഓക്കെ. നോക്കണം. ടോപ്പിക് സാമൂഹിക നീതി. കേട്ടോ, സാമൂഹിക നീതി. നമ്മുടെ ഭരണഘടന നമുക്ക് സാമൂഹിക നീതി ഉറപ്പ് നൽകുന്നതോടെ എവിടാ നമ്മൾ സാമൂഹിക നീതിയെ പറ്റി പഠിച്ചത്? ഭരണഘടന പഠിച്ച സമയത്ത് എവിടായിരുന്നു സാമൂഹിക നീതിയെ പറ്റി പഠിച്ചത്? ഇവിടെ പ്രതികരിക്കേണ്ട ജീവികളെ സാമൂഹിക നീതിയെ പറ്റി എവിടെ നമ്മൾ പഠിച്ചത്? 3 തരം നീതികൾ ഉണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലേ? ആമുഖത്തിലായിരുന്നു. ശരി, വെരി ഗുഡ്. വെരി ഗുഡ്. ആമുഖത്തിൽ അല്ലെ? ആമുഖത്തിൽ 3 തരം നീതികളെ പറ്റി പറഞ്ഞു. ഒന്ന് പറയാമോ ഏതൊക്കെയാണ്? സാമൂഹിക നീതി, സാമ്പത്തിക നീതി, രാഷ്ട്രീയ സാമൂഹിക നീതി, സാമ്പത്തിക നീതി,
രാഷ്ട്രീയ നീതി. ഈ 3 നമ്മൾ എവിടെ പഠിച്ചായിരുന്നു? ആമുഖത്തിൽ പഠിച്ചായിരുന്നു. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ചോദ്യം സാമൂഹിക നീതിയെ കുറിച്ചുള്ള ആദ്യത്തെ പ്രാദേശിക സംവാദത്തിന് ആതിഥേയത്വം വഹിക്കുന്ന നഗരം ഏത് എന്ന് ചോദിച്ചാൽ ന്യൂഡൽഹിയാണ്. ഏതാണ്? ന്യൂഡൽഹി. ഓക്കെ ആണോ? അടുത്ത ലോകബാങ്ക് ലോജിസ്റ്റിക് പെർഫോമൻസ് ഇൻഡെക്സിൽ കണ്ട ഇൻഡെക്സിൽ വരുന്ന അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇൻഡെക്സുകളെ ഒരുമിച്ച് ഒരിടത്തേക്ക് കൊണ്ടുവരണം. ലോകബാങ്ക് ലോജിസ്റ്റിക്സ് പെർഫോമൻസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര എന്ന് ചോദിച്ചാൽ 38ാം സ്ഥാനമാണ്. ഓക്കെ ആണോ? അവിടെ അഴിമതിയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയായിരുന്നു? അഴിമതി കുറഞ്ഞ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയായിരുന്നു? 96 ആയിരുന്നു. 96. 1ാം സ്ഥാനത്ത് ഉണ്ടായിരുന്നത് ഡെൻമാർക്ക് ആയിരുന്നു. 1ാം സ്ഥാനം ആരുടെ? ഡെൻമാർക്ക്. അപ്പൊ ഇവിടുത്തെ ഇൻഡെക്സ് നോക്ക്. ലോകബാങ്ക് ലോജിസ്റ്റിക് പെർഫോമൻസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 38 നോക്കുക. ഓക്കെ. അടുത്ത ശാസ്ത്ര പഠനം അനായാസമാക്കാൻ സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് മഴവില്ല്. ഓക്കെ. ശാസ്ത്ര പഠനം അനായാസമാക്കാൻ സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേര് മഴവില്ല് എന്നാണ്. എന്താണ് പദ്ധതിയുടെ പേര്? മഴവില്ല്. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ വേണം, മഴവില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണ് മഴവില്ല്. എന്താണ് ലക്ഷ്യം? ശാസ്ത്ര പഠനം അനായാസമാക്കുന്നതിന് വേണ്ടി ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് മഴവില്ല്. ഓക്കെ. അപ്പൊ ലോകബാങ്ക് ലോജിസ്റ്റിക്സ് പെർഫോമൻസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 38. സാമൂഹിക നീതിയെ കുറിച്ചുള്ള ആദ്യത്തെ പ്രാദേശിക സംവാദത്തിന് ആതിഥേയത്വം വഹിച്ച നഗരമേതാണ്? ന്യൂഡൽഹിയാണ്. അടുത്തത് ആഴക്കടൽ പരിവേഷണത്തിനായി ശാസ്ത്രജ്ഞരെ അയക്കുന്ന ഇന്ത്യയുടെ ദൗത്യം. ആഴക്കടൽ പരിവേഷണത്തിൽ നിന്ന് നമുക്ക് കിട്ടും സമുദ്രയാൻ. നമ്മൾ സമുദ്രയാനൊക്കെ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. സമുദ്രയാൻ ആഴക്കടൽ പരിവേഷണത്തിനായി ശാസ്ത്രജ്ഞരെ അയക്കുന്ന ഇന്ത്യയുടെ ദൗത്യമാണ് എന്ന് പറയുന്നത് സമുദ്രയാൻ എന്ന് പറയുന്നത്. സമുദ്രയാൻ. ഓക്കെ. അടുത്തൊരു ബുക്കാണ് നമ്മൾ പഠിക്കുന്നത്. അയാം എന്നത് ആരുടെ ബുക്കാണ്? ഗോപീചന്ദ് പി ഹിന്ദുജ. നിങ്ങൾ ഈ ഹിന്ദുജ എന്ന് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഹിന്ദുജ എന്ന് നിങ്ങൾ എവിടെ കേട്ടിട്ടുള്ളത്? ഹിന്ദുജ എന്ന് കേട്ടിട്ടുള്ള എവിടാ? ഹിന്ദു PSC വിട്ടേക്ക്. PSC വിട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങും. എവിടെയെങ്കിലും ഹിന്ദുജ എന്ന് കേട്ടിട്ടുണ്ടോ? ഹിന്ദുജ മോട്ടോഴ്സ്. ആ ഹിന്ദുജ മോട്ടോഴ്സിന്റെ ആരാണ്? ഗോപീചന്ദ് പി ഹിന്ദുജയാണ് അയാം എന്ന് പറയുന്ന ബുക്ക് എഴുതിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇദ്ദേഹം ഇന്ത്യയിൽ ജനിച്ച ആളാണെങ്കിൽ ഇപ്പം അമേരിക്കൻ പൗരനാണോ എന്നൊരു സംശയമുണ്ട്. ഗോപീചന്ദ് പി ഹിന്ദുജ. ഒന്ന് ക്ലിയർ ചെയ്തോളെ നിങ്ങൾ. അയാം എന്ന പുസ്തകം രചിച്ചതാരെന്ന് വെച്ചാൽ ആരാണ്? ഗോപീചന്ദ് പി ഹിന്ദുജയാണ്. ഓക്കെ. അടുത്തത് മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി പുരസ്കാരം ലഭിക്കുന്നു ആർക്ക്? വെളിയന്നൂർ എന്ന് പറയുന്ന സ്ഥലമാണ്. കോട്ടയം ജില്ലയിലാണ് വെളിയന്നൂർ. മനസ്സിലായോ? മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി പുരസ്കാരം ആർക്ക് ലഭിച്ചിരിക്കുകയാണ്? വെളിയന്നൂരിന് ലഭിച്ചിരിക്കുകയാണ്. വെളിയന്നൂർ എവിടെയാണ്? കോട്ടയം. അപ്പൊ അയാം എന്ന ബുക്ക് എഴുതിയത് ആരാണ്? ഗോപീചന്ദ് പി ഹിന്ദുജ. ആഴക്കടൽ പരിവേഷണത്തിനായി ശാസ്ത്രജ്ഞരെ അയക്കുന്ന ഇന്ത്യയുടെ ദൗത്യം എന്താണ്? സമുദ്രയാൻ. മഴവില്ല് എന്നത് സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണ്. എന്താണ് ലക്ഷ്യം? ശാസ്ത്ര പഠനമാണ്. ലോകബാങ്ക് ലോജിസ്റ്റിക്സ് പെർഫോമൻസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 38. സാമൂഹിക നീതിയെ കുറിച്ചുള്ള ആദ്യ പ്രാദേശിക സംവാദത്തിന് ആതിഥേയത്വം വഹിക്കുന്ന നഗരം ചോദിച്ചാൽ അത് ന്യൂഡൽഹിയാണ്. അടുത്ത് ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. എന്താണ്? കറപ്ഷൻ പെർസെപ്ഷൻസ് ഇൻഡെക്സ് 2024 ഇന്ത്യയുടെ സ്ഥാനം എത്രയെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 96. 1 ആരായിരുന്നടേ? ഡെൻമാർക്ക് ആയിരുന്നു. 1 ആരായിരുന്നു? ഡെൻമാർക്ക്. ഓക്കെ. ഇത്രയും സെറ്റായിട്ട് മനസ്സിലായോടെ? ഓക്കെ. ഒറ്റത്തവണ നമ്മൾ വായിച്ച് അവസാനിപ്പിക്കുകയാണ്. ജസ്റ്റ് കേട്ടോണം. രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഡെങ്കിപ്പനി മരണങ്ങൾ നടക്കുന്ന സംസ്ഥാനം കേരളം.
മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പേര് നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഉത്തരങ്ങൾ ഇങ്ങനെ വരണം. ജ്ഞാനേഷ് കുമാർ. വിനോദസഞ്ചാരം നിങ്ങൾ ഇതിലേക്ക് നോക്കിയേ വേണ്ട, നിങ്ങളുടെ മനസ്സിലേക്ക് ഉത്തരം വരണം. ചോദ്യം മാത്രം കേട്ടോളൂ. വിനോദസഞ്ചാര മേഖലയിൽ ആദ്യത്തെ സൗരോർജ ശിക്കാര വള്ളത്തിന്റെ പേര് കതിരവൻ. പി ഭാസ്കരൻ പുരസ്കാരം ലഭിക്കുന്ന ആർക്കാ? പി ഭാസ്കരൻ പുരസ്കാരം ഈ വർഷം നമുക്ക് ഇങ്ങനെ പഠിക്കാം. പി ഭാസ്കരൻ പുരസ്കാരം പി ജയചന്ദ്രന് മരണാനന്തരമാണ്. ഇനി F-35 എന്ന യുദ്ധവിമാനം ഇന്ത്യക്ക് നൽകിയ രാജ്യം അമേരിക്കയാണ്. കലാനിധി ട്രസ്റ്റിന്റെ ONV പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ഉത്തരം മനസ്സിൽ വരണം. കൈതപ്രമാണ്. 2025 ഫെബ്രുവരിയിൽ വിടവാങ്ങിയ സാമൂഹിക പ്രവർത്തകയുടെ പേര് കിട്ടിയോ? വിമല ബഹുഗുണയാണ്. വിമല ബഹുഗുണയാണ്. ഉത്തരാഖണ്ഡിൽ നടന്ന 38ാം ദേശീയ ഗെയിംസിൽ കേരളത്തിന്റെ സ്ഥാനം കിട്ടിയോടെ 14. 1ാം സ്ഥാനം സർവീസസ് ആണ്. അവിടെ തന്നെ നമ്മൾ കണക്ട് ചെയ്യാണ്. ഇത്തരത്തിൽ ദേശീയ ഗെയിംസ് നടന്ന വേദികളെല്ലാം കായിക അക്കാദമികളാക്കി മാറ്റാൻ ആര് തീരുമാനിക്കുന്നു? ഉത്തരാഖണ്ഡ്. 2025 ഫെബ്രുവരിയിൽ രാഷ്ട്രപതി ഭരണം നിലവിൽ വന്ന സംസ്ഥാനം മനസ്സിൽ വന്നോ? മണിപ്പൂരാണ്. ഇലോൺ മസ്കിന്റെ നേതൃത്വത്തിൽ പുറത്തിറങ്ങിയ AI ചാറ്റ് ബോട്ടിന്റെ പേരാണ് ഗ്രോക്ക് 3. ലോകത്തിൽ അഴിമതി കുറഞ്ഞ രാജ്യം ഡെൻമാർക്കാണ്. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ആ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 96. ദേശീയ ഗെയിംസ് വേദികൾ നമ്മൾ പറഞ്ഞു കായിക അക്കാദമികളാക്കുമെന്ന് പ്രഖ്യാപിച്ചത് ഉത്തരാഖണ്ഡാണ്. രാജ്യത്തെ ആദ്യത്തെ വനിതാ സ്കൂബ ടീം പരിശീലനം നടത്തിയത് കേരളത്തിലാണ്. മോപ്പസാങ് വാലത്ത് ഏത് മേഖലയിൽ പ്രശസ്തൻ? ചിത്രകലയാണ്. കിട്ടിയോ നിങ്ങൾക്ക്? ചിത്രകല. സാമൂഹിക നീതിയെക്കുറിച്ചുള്ള പ്രാദേശിക സംവാദത്തിന് വേദിയാകുന്ന നഗരം കിട്ടിയോടെ? ന്യൂഡൽഹിയാണ്. ലോകബാങ്ക് ലോജിസ്റ്റിക് പെർഫോമൻസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാ? 38. എത്രയാണ്? 38. ശാസ്ത്ര പഠനം അനായാസമാക്കാൻ സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? പേര് കിട്ടിയോ? മഴവില്ല്. ആഴക്കടൽ പരിവേഷണത്തിനായി ശാസ്ത്രജ്ഞരെ അയക്കുന്ന ഇന്ത്യയുടെ ദൗത്യം എന്താണ്? സമുദ്രയാൻ. അയാം എന്ന ബുക്ക് എഴുതിയത് ഗോപീചന്ദ് പി ഹിന്ദുജ. മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി ആർക്ക് ലഭിച്ച്? വെളിയന്നൂർ. അല്ലെ, വെളിയന്നൂർ കോട്ടയം ജില്ലയിലെ വെളിയന്നൂർ. വെളിനെല്ലൂരല്ല, വെളിനെല്ലൂര് കൊല്ലം ജില്ലയിലാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് BSCയുടെ ചോദ്യത്തിൽ ഓപ്ഷൻസിനകത്ത് നിങ്ങളെ കൺഫ്യൂസിങ് ആക്കാൻ വേണ്ടി വെളിയന്നൂർ എന്നതിന് പകരം അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ വെളിനെല്ലൂർ എന്നൊക്കെ തരാം. ക്ലിയർ ആയി പഠിച്ചോണം. വെളിയന്നൂർ ആണ്, കോട്ടയം ജില്ലയാണ്. ഓക്കെ ആണോ? ഇത്രയും സെറ്റായിട്ട് മനസ്സിലായോ? മനസ്സിലായോ? ഓക്കെ ആയോ? ഓക്കെ ആണ്. അപ്പൊ തൽക്കാലം നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്താലെന്ത്? ഓക്കെ.